ഇന്ന് ദാൽ ദോക്ലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കുറച്ച് പരിപ്പ് ആദ്യം വേവിക്കണം. അതിലോട്ട് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടുക, പൊടി ഇടുക. പിന്നെ ഗൗത ആണ് ദാൽ ദോക്ല പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ ഗൗത? മുളക് പൊടി ഇട്ടോളൂ. എന്താണ് ഈ ഒരു ഭംഗിയും ഇതൊക്കെ കണ്ടില്ലേ? ഓക്കെ, അത് അതിനു വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇടുന്നത്. ഓക്കെ, ഞാൻ ബേ ലീഫ് ഇടാൻ പോവാ. ഇട്ടോളൂ ബേ ലീഫ്. അത് ജസ്റ്റ് ഇട്ടാ മതി. ഓക്കെ, നമുക്ക് അടുപ്പത്തോട് വെച്ചാലോ? സാധാരണ ഇതില് നെയ്യാണ് ഒഴിക്കാറ്, പക്ഷെ ഞങ്ങൾ ഇതില് എണ്ണ ഒഴിക്കാൻ പോവാണ്. ഓക്കെ, ഒഴിച്ചോളൂ. നെയ്യ് എല്ലാവർക്കും പറ്റാത്തത് കൊണ്ട് അല്ലേ? നമ്മള് നെയ്യാണ് ഇതിൽ ധാരാളമായിട്ട് ഒഴിക്കേണ്ട ഒരു സാധനമാണ് നെയ്യ് അല്ലേ? നമുക്കപ്പം നെയ്യ് എല്ലാവർക്കും പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാരും നെയ്യ് ഇതിന് വരം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്താണ് ഒഴിക്കേണ്ടത്? നെയ്യാണ് അല്ലേ? ധോക്ല പ്രിപ്പയർ ചെയ്യാം. ഇതിൽ എന്തൊക്കെയുണ്ട്? ഗോതമ്പ് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതൊക്കെ ഉണ്ട്. ഉപ്പില്ല? ഉപ്പുണ്ട്. കടലമാവില്ല? ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കുഴക്കുക അല്ലേ? ഇന്ത്യൻ വേർഷൻ ഓഫ് ഫുഡാണിത്. ഏത് ഫുഡ്? പാസ്ത. ഞാനിത് ഉരുട്ടിയിട്ട് പരത്താൻ പോവാ. ഓ നൈസ്. അപ്പൊ ഇങ്ങനെ പരത്തി എടുക്കുക. അതിനുശേഷം ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് പരത്തി എടുത്ത ശേഷം ഒന്ന് കല്ലിലിട്ടൊന്ന് വേവിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ദോക്ലയിലോട്ട് ഇടാനായിട്ട്. ഇതേപോലൊക്കെ ഒത്തിരി തിന്നായിപ്പോയാൽ കുറച്ച് കീറിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഒത്തിരി തിന്നും ഒത്തിരി തിക്കും ആവാൻ പാടില്ല. കറക്റ്റ് അല്ലേ മോനെ? നമുക്ക് കുക്ക് ചെയ്ത് എടുത്തോണ്ട് വരാം. പത്തി പോലെ ചുടേണ്ട ആവശ്യമില്ല. അങ്ങനെ ചുട്ടാ ഇത് കട്ടി കൂടും. പിന്നെ എന്ത് ചെയ്യണം? ജസ്റ്റ് കല്ലിലിട്ടെടുത്താ മതിയോ? അതെ. ഓക്കെ, എന്താ ഗൗതം? ഇനി ഞാൻ കുറച്ച് പുളി ഇടാൻ പോവാ. ഓക്കെ, ഇട്ടോളൂ. മധുരം നല്ലതല്ലേ, അപ്പൊ ഞാൻ ശർക്കരയും കൂടി ഇടാൻ പോവാ. ഇപ്പൊ മുളക് ഇട്ടു, കടുക് ഇട്ടു, പിന്നെ പച്ചക്കപ്പലണ്ടി ഇട്ടു, ഉലുവ ഇട്ടു, അതെല്ലാം ഇട്ടു. ഇതൊന്ന് നമുക്ക് കടുക് താഴ്ച ഇട്ട് കൊടുക്കാം അല്ലേ? അതെ. ചെമ്പറിഞ്ഞ് ദാലിലോട്ടേക്ക് നമ്മൾ ഇട്ടു. ഇനി നമ്മൾ അടുത്ത് എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? ഡോക്ല. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ഇനി ഡോക്ല ഇടാൻ പോവാണ്. ാണ് ഇതില് ഇമ്പോർട്ടന്റ് പാർട്ട്. ഇത് കൊറേ സമയം എടുക്കണം. എത്ര സമയം എടുക്കണമായിരിക്കും? അത് കുറെ സമയം എടുക്കണം. 15 മിനിറ്റ് അല്ലേ? അതെ, 15. ഒരു 15 മിനിറ്റോളം ഇത് കിടന്ന് അത് നന്നായി വേവട്ടെ അല്ലേ മോനെ? അതെ. ഇത് ഗുജറാത്തി കുസൈനാണ് കേട്ടാ. ഈ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം കുക്കായിട്ടില്ലേ ഗൗതം കാണുമ്പം? അതെ, എല്ലാം കുക്കായിട്ടുണ്ട്. നമ്മുടെ ഡോക്ലയൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ടെന്നാണ് ധരിക്കുന്നത് അല്ലേ? പാസ്ത ഗൗതം പറഞ്ഞ പോലെ പാസ്തയുടെ ഒരു ഇന്ത്യൻ വേർഷൻ ആണല്ലേ? ഇത് ഗുജറാത്തികൾ ധാരാളമായി കഴിക്കുന്നുണ്ടാവും. ഇത് പ്രോട്ടീനേഷ്യസ് ആണ്, നല്ലൊരു ബാലൻസ്ഡ് മീലാണ് അല്ലെ ഗൗതം? ഗൗതമിന് എന്താ തോന്നുന്നത്? നല്ലൊരു ഫുഡാണ് അല്ലേ? എന്നാ യമ്മിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. എന്ത് തോന്നുന്നു? യമ്മിയാണ്, ഹെൽത്തിയാണ്, ദാലായുണ്ട്. നമുക്ക് നല്ലൊരു പാത്രത്തിലോട്ടൊക്കെ ഒന്ന് സെർവ് ചെയ്താലോ? ഇതാ ചെയ്യാം. നമ്മുടെ ദാൽ ദോക്ല റെഡി ആയിട്ടുണ്ട്. മനസ്സിലായോ? എന്തിനാ പാത്രത്തിലൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത്? വേഗം കഴിക്കാൻ ആറാനാ? അതെ, ആറാ. അതെ. എങ്ങനെയുണ്ട് കാണാൻ ഗൗതം? നല്ല ചേല.
ബൈ പറഞ്ഞേ. ബൈ ബൈ.